അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നാണ് സൗദിയുടെ ഡിസ്ചാർജ്. അവൻ പറഞ്ഞു, സത്താർ നമുക്ക് പോകാം ഇന്ന്. ഇല്ല, ഞാൻ ഒരിക്കലുമില്ല. അതെന്താ നീ ഇല്ലാത്തത്? ഞാനില്ല, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. സൗദ, നീ നിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് നീ നോക്കണം. കുഞ്ഞിൻ്റെ കാര്യം അവരൊക്കെ നോക്കിക്കോളും, ഡോക്ടർമാർ നഴ്സും. പക്ഷേ നിൻ്റെ ആരോഗ്യം നീ നോക്കണം. എന്തിന്? എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ശരിക്ക് ആ കുഞ്ഞിനെ കാണാൻ എനിക്ക് ആഗ്രഹമുള്ളൂ, വേറൊന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് എൻ്റെ ആരോഗ്യമല്ല വലുത്. സൗദ, എന്താ കുട്ടി നീ ഇങ്ങനെ? നിനക്ക് എന്തിൻ്റെ കേടാ? നമുക്ക് പോകാം, വാ. എന്നാൽ ഡിസ്ചാർജ് ചെയ്ത് സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. എന്നാൽ സൗദ കരയുകയായിരുന്നു. അവളെ നിർബന്ധത്തോടെ അതാ സത്താറ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. സൗദ, നീ ഇങ്ങനെ കരയാൻ മാത്രം എന്താ? നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇല്ല, എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് എത്തിയാൽ മതി, വേറൊന്നും വേണ്ട. സൗദ ഉമ്മയെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഉമ്മ ഫോണ് പോലും എടുക്കുന്നില്ല. ആ രാത്രി വളരെയധികം സങ്കടത്തോടെയാണ് സൗദ വീട്ടിൽ കഴിഞ്ഞത്. എന്നാൽ സത്താറ് പറഞ്ഞു, ഞാൻ പോകുന്നില്ല, ഞാനിവിടെ എവിടെയെങ്കിലും കിടന്നോളാം. ശരിക്കും അവൾക്ക് ഭയം തോന്നി. വേണ്ട, ഇവിടെ ഞങ്ങൾ നിന്നോളാം. നിങ്ങൾ ഇവിടെ നിന്നാൽ ആളുകൾ പലതും പറയും. എന്താ സൗദ, നിന്റെ കാര്യങ്ങളൊക്കെ കഴിച്ചില്ലായപ്പോൾ നീ എന്നെ അങ്ങ് ഒഴിവാക്കാനുള്ള പ്ലാനല്ലേ? വേണ്ട, ദയവായി നിങ്ങൾ പുറത്തേക്ക് പോകണം. സൗദ നിർബന്ധിക്കുകയായിരുന്നു. അത് അങ്ങനെ മനമില്ലാ മനസ്സോടുകൂടി അവൻ അതാ വീടിൻ്റെ കൊലായിൽ ഇരുന്നു. പിന്നെ സത്താറ് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും സൗദ നോക്കിയില്ല. അവൾ വാതിലടച്ചു. എന്താ വല്യമ്മാൻ്റെ ഓരോ സ്വഭാവം. എന്താ ഇത്താത്ത നിങ്ങൾ കാണിക്കുന്നത്? സത്താർക്ക് നമ്മൾ ഇത്രയധികം ഹെൽപ്പ് ചെയ്തിട്ടും നിങ്ങൾ അവരെ പുറത്താക്കി വാതിലെടുക്കുകയാണോ? സൗദയുടെ അനിയത്തിയുടെ വാക്കുകൾ കേട്ട് സൗദ ശരിക്കും ഞെട്ടിത്തിരിച്ചു. എന്താ എന്താ നീ പറയുന്നത്? എന്താ ഹസീന നിനക്ക്? എന്തിൻ്റെ കേടാ? ഒരാളവിടെ ഉമ്മല്ലാതെ ഇവിടെ. എന്താ താത്ത നിങ്ങൾ ചെയ്ത് കുറച്ച് കടുപ്പായിപ്പോയി. നിങ്ങൾ ഇത്രയും ദിവസം നോക്കിയിട്ട് നിങ്ങളെന്താ അദ്ദേഹത്തെ വാതിലടിച്ചത്? എടീ, നിനക്കറിയില്ല, ഞാനൊരു ഭർത്താവുള്ള പെണ്ണാണ്, ഒരു കുഞ്ഞുള്ള പെണ്ണാണ്. ഞാനെന്താ പിന്നെ അകത്ത് കയറ്റണോ? എന്നാലും ഹോസ്പിറ്റലിൽ പോയി ഇത്താൻ്റെ ഒപ്പം തന്നെയല്ലേ സത്താർക്ക് കിടന്നിരുന്നത്? ഡീ, മിണ്ടി പോരുത്, അനാവശ്യം പറയരുത്. ഞാൻ അനാവശ്യം എന്നല്ല പറയുന്നത്, അങ്ങനെ തന്നെ ആണല്ലോ. ഉമ്മ അങ്ങനെയല്ലേ വിളിച്ചപ്പോൾ പറഞ്ഞത് സത്താറിൻ്റെ ഉൾക്ക് പേടിക്കുമെന്ന്. പിന്നെ ഇപ്പം എന്തോ ഒരു റൂമിലല്ലേ? ഹോസ്പിറ്റൽ റൂം എന്ന് പറഞ്ഞാൽ ചെറിയ റൂമായിരിക്കും. എന്തോ ആവാലോ, കുട്ടിയില്ല ഉമ്മയില്ല അങ്ങനെയല്ലേ? ഇത്തതൊക്കെ നാണല്ലേ ഈ പാതിരാത്രിയിൽ അവർ വിളിച്ചിറക്കി വിടാന്? സൗദ വിങ്ങിപ്പൊട്ടി. ഹസീന, നിനക്ക് എന്തിൻ്റെ കേടാടി? ഇത്താനെ കുറിച്ചൊക്കെ എനിക്കറിയാം. ആദ്യങ്ങളും അവർ നല്ല കമ്പനി ആയിരുന്നല്ലോ. പിന്നല്ലേ നവാസ്കയുമായുള്ള കല്യാണമൊക്കെ കഴിഞ്ഞത്. സ്വത്ത് മുതലേ കണ്ടപ്പോൾ പഴയതിനങ്ങ് ഒഴിവാക്കി. ഇപ്പം സത്താർക്കായിട്ടല്ലേ ഇത്താനെ ഏറ്റെടുത്തതും കൂടെ വന്നതും ഒക്കെ ഹെൽപ്പ് ചെയ്തതൊക്കെ. ഇപ്പം പിന്നെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഹസീന, ഈ അനാവശ്യം പറയരുത്. എനിക്കിഷ്ടമൊന്നുമല്ലായിരുന്നു. അയാൾ ഉമ്മാൻ്റെ പണിയാണ്. അതിനെന്താ? അതെ, വാതിൽ തുറന്നു കൊടുത്തേക്ക്. നമ്മൾ ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്ത ഒരാളെ നമ്മൾ വാതിലടിച്ച് പൂട്ടുകയാണോ വേണ്ടത്? ഹസീനയുടെ വാക്ക് കേട്ട് ശരിക്കും അവൾക്ക് ദേഷ്യവും സങ്കടം വന്നു. തുറന്നു കൊടുത്തോ, പക്ഷേ ഞാനാണ് അതിന് ഉത്തരവാദി, നീ പറയരുത്. ഇത്താൻ്റെ ഇപ്പം ഇത്രയും ദിവസം നിന്ന് സുഖിച്ചിട്ടിപ്പോൾ ഇവിടെ വന്നിട്ട് എന്നോട് വീമ്പിളക്കുക ഇത്ത. ശരിക്കും അനിയത്തിയുടെ ആ മോശ സ്വഭാവം കണ്ടപ്പോൾ സൗദക്ക് സങ്കടമാണ് വന്നത്. ഹസീന, പഠിച്ചോൻ കാണുന്നുണ്ട് കേട്ടോ. പഠിച്ചവനെ പേഴുള്ള ഒരാളും. എന്നിട്ടപ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ ഉമ്മയും അനിയനൊക്കെ വന്നിട്ട് ഇറക്കി വിട്ടതും മിഠായി സ്വീറ്റ്സൊക്കെ വലിച്ചെറിഞ്ഞും പഠിച്ചവനെ പേഴുണ്ടെന്നാണ്. ഇത്രയൊന്നും അഭിനയം വേണ്ടെൻ്റെ താത്താ. വല്ലാത്തൊരു അഭിനയം. ഇവിടെ എത്തിയപ്പോൾ നിങ്ങൾ നല്ല ആള്. അവിടെ നിങ്ങൾ തന്നെയല്ലേ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഓൽക്ക് രണ്ടാൾക്കും ശീലാവാനും നല്ല എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയത് കുട്ടിനെയും കൊണ്ട്. അവരൊന്ന് ഒരുമിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ എന്ന് ഞാനൊരു ചാൻസ് കൊടുത്തു തന്നെ എന്ന് ഉമ്മ പറഞ്ഞിരുന്നു. ഇത്താ മതി നാടകം. മൂപ്പരെ പുറത്താക്കലും നാടകം കളിക്കലും നിൻ്റെ അടുത്ത് വേണ്ട. എനിക്കൊക്കെ അറിയാം നിങ്ങളെക്കുറിച്ചൊക്കെ. ശരിക്കും സൗദ ഞെട്ടിപ്പോയി. ഹസീന, നീ വേണ്ടാത്തൊന്നും പറയരുത് കേട്ടോ. വേണ്ടാത്തൊന്നും പറയാൻ പാടില്ല. ഇത്തപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ, മറ്റേത് അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ? ഹസീന, പഠിച്ചോൻ കാണുന്നുണ്ട്. ഞാനൊരിക്കൽ പോലും
എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എൻ്റെ പൊന്നാരിത്ത. ഇവിടെ നാട്ടുകാർക്കൊക്കെ മൊത്തം പാട്ടേക്കണ്. അത് സത്താറ് സൗദനെ കെട്ടുകയാണ്, പ്രസവം കഴിഞ്ഞാൽ കെട്ടുന്നുള്ളതൊക്കെ. അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതേ, നിങ്ങൾ സത്താർക്കാനെ പുറത്താക്കണ്ട, ഇങ്ങോട്ട് കയറ്റിക്കോളി, അതാ നല്ലത്. പിന്നെ ഞാൻ വാതിൽ തുറന്നെടുക്കുമ്പോൾ ഞാനൊരു കെട്ടിക്കാത്ത പെണ്ണല്ലേ, അതൊരു മോശമല്ലേ? പിന്നെന്താടി, കെട്ടിച്ച് ഭർത്താവുള്ള ഞാനാണോ തുറന്നു കൊടുക്കേണ്ടത്? ശരിക്കും അവളുടെ സംസാരം കേട്ട് സൗദ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞു. ഓ കള്ളക്കരച്ചില്, മതി മതി മതി, ഓ മതിയേ. എന്നാൽ ഈ സമയം അതാ ആയിഷുമ്മ ഇതൊന്നും അറിയുന്നില്ല. അവർ ആകെ ടെൻഷനിലാണ്. കാരണം മറ്റൊന്നുമില്ല, എൻ്റെ നവാസിൻ്റെ കുട്ടി മോനെ നാളെ നമുക്കൊന്ന് പോയൊക്കെ മിംസിലോ അവിടെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും, നമുക്ക് തിരഞ്ഞ് കണ്ടുപിടിച്ചനടാ നമ്മളെ കുട്ടി എവിടെയെന്നാവോ. അല്ലാ പഠിച്ചോനെ, ഏതൊക്കെയാവും റബ്ബേ, നീ കാത്ത് രക്ഷിക്ക്. എന്നാൽ ഈ സമയം അതാ ഹോസ്പിറ്റലിൽ അതെ കുഞ്ഞിക്കതിയാത്ത നല്ല ഉറക്കത്തിൽ തന്നെയാണ്. കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഡോക്ടറും നഴ്സുമാരൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു. ഡോക്ടർ പറയുന്നുണ്ട്, അത് ഈ കുഞ്ഞ് ഇവിടെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കിടത്തുന്നത് ശരിയല്ല. അതിൻ്റെ അനാസ്ഥ മൂലം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെഡിക്കൽ കോളേജിന് വരെ അതൊരു ബാഡ് പോയിൻ്റ് ആയിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കുക. മക്കൾ ആവശ്യമില്ലാത്തവരും ഉണ്ടാവും, പക്ഷേ ഈ കുഞ്ഞിനെ വെച്ച് നോക്കുകയാണെങ്കിലേ കുഞ്ഞിനൊരു കുഴപ്പമില്ല. കുഞ്ഞും മൊത്തത്തിൽ സെറ്റ്. നല്ല 3600 തൂക്കം. 3800 3900 ഉണ്ടായിരുന്നു പ്രസവിച്ച സമയത്ത്. ഇപ്പോൾ 3600 ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷേ കൈകളും കാലുകൾ, തലയിലെ മുടി, നഖം എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ പൂർണ്ണ വളർച്ചയും കാര്യങ്ങളുമെല്ലാം കുട്ടിക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ കുട്ടിക്ക് എക്കോ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കണം എന്ന് പറഞ്ഞിരുന്നു. അതും കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ആരോഗ്യവാനായ കുഞ്ഞാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ. പിന്നെ കുറച്ച് നേരത്തെ എത്തി മൂപ്പര്. അതിൻ്റേതായ കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ മൂപ്പർക്ക് ഉണ്ടായിരുന്നു. അതാണ്, വേറൊന്നുമില്ല. പിന്നെ ഈ ഒരു കുഞ്ഞെന്ന് വെച്ചാൽ മക്കളില്ലാത്ത എത്രയോ ആളുകളുണ്ട്. നമുക്കവർക്ക് ദത്ത് കൊടുക്കണേ കൊടുക്കാം, അതല്ല എങ്കിൽ അമ്മ തൊട്ടിൽ കൊണ്ടുപോയിടാം. എന്താ ശരിക്കും ഡോക്ടറുടെ വാക്കുകൾ നഴ്സുമാർ ശരിവെച്ചു. നഴ്സുമാർ തോന്നി, ഓ ഇങ്ങനെയൊരു കുഞ്ഞുണ്ടായിക്കട്ടെ, എത്ര പ്രയാസപ്പെടണം. ഇതിന് ഉണ്ടായതിന് ശേഷമാണല്ലോ ഇങ്ങനെയൊക്കെ ഓരോ അബദ്ധം കാണിക്കാൻ തോന്നുന്നത്. എന്തൊക്കെ തന്നെയാലും വല്ലാത്തൊരിത്. അങ്ങനെ അതാ നേരം പുലർച്ചെ വെളുത്തു തുടങ്ങുന്നു. സുഖസുന്ദരമായ AC റൂമിൽ ഉറങ്ങുന്ന അത് കുഞ്ഞിക്കതിയാത്ത. ഓ നേരം വെളുത്തോ? ഓ എൻ്റെ റബ്ബേ. പെട്ടെന്നാണ് അവർ ഓർത്തത്, വെറുതെ അല്ല ഇത്രയും സുഖം, ഇത്രയും നല്ല അടിപൊളി ബെഡിൽ. വാടക ഇനിയിപ്പോൾ എത്ര ആയാലും എന്താ, കയ്യിൽ ലക്ഷങ്ങളില്ലേ. ആ കുട്ടീൻ്റെ സ്ഥിതി എന്താവോ. ഇനിയിപ്പോൾ നേരാണ്ട് പോവേ, ഇട്ടാണ്ട് പോയാൽ കുഴപ്പമൊന്നുമില്ല, ആരും അന്വേഷിച്ച് വരൂല. എന്തൊക്കെ തന്നെ ആയാലും വേണ്ടിയില്ല. അങ്ങനെ അത് കുഞ്ഞിക്കതിയാത്ത ഒന്ന് വെളിച്ചം വെച്ചപ്പോൾ തന്നെ അതാ നേരെ ഭക്ഷണം ഒന്ന് കഴിച്ചിട്ട് പോവാം. ഇനിയിപ്പോൾ അതിനുള്ളിൽ കണ്ട് കയറിയാൽ ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിയൂല. അത്രക്കും കഷ്ടപ്പാടാണ് ICUവിൻ്റെ ഉള്ളിൽ. NICU. എൻ്റെ റബ്ബെ, ആലോചിച്ചുകൂടോ. നേരെ അതാ നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് നല്ല രീതിയിൽ അടിപൊളി ഫുഡും കാര്യങ്ങളും എല്ലാം കഴിക്കുകയാണ് കുഞ്ഞിക്കതിയാത്ത. ഇപ്പോഴൊന്ന് സമാധാനമായി. നല്ല പാൽച്ചായ. ഇനി അതിൻ്റെ ഉള്ളിൽ കണ്ട് കയറിയാൽ ചെയ്ത്താന്മാരുണ്ട് വിടൂല, അതുകൊണ്ട് അങ്ങോട്ട് കയറട്ടെ. അങ്ങനെ അതാ മെഡിക്കൽ കോളേജിൽ നിന്ന് കാണുമ്പോൾ തന്നെ പിരാന്താണ്. എൻ്റെ റബ്ബേ, എന്തോ ഒരു ഇടങ്ങാറാണ് അതിൻ്റെ ഉള്ളിൽ. ഒന്ന് ഇരിക്കാനും കെടുക്കാനും ഇരുത്തങ്ങനെ ഇരിക്കുക, അതും കസാല കിട്ടിയെങ്കിൽ. അല്ലെങ്കിൽ ICUത്തെ കുട്ടീൻ്റെ മുമ്പിൽ നൃത്തം തന്നെ കഴിയൂലോ. എൻ്റെ പണി തന്നെയാണ്. അതുകൊണ്ട് പൈസ ഇപ്പോൾ 2-3 ലക്ഷം എൻ്റെ അടുത്ത് അയക്കണേ, കുഴപ്പമില്ല. അങ്ങനെ അതാ വയറ് നിറച്ച് ചായയും കടിയും കുടിച്ചുകൊണ്ട് അതാ സൗദിയുടെ ഉമ്മ അങ്ങോട്ട് കയറി വരുന്നു. പതിവ് പോലെ അതാ തലയിൽ നല്ല രീതിയിൽ തട്ടമിട്ട് ഒരു തൊപ്പിയൊക്കെ ഇട്ട് പുറത്തുകൂടെ ഒരു വെള്ള തോർത്ത് പുതച്ച് ആ രീതിയിലൊക്കെ പോകണം. കാരണം അണുബോധം ഉണ്ടാവില്ലല്ലോ കുട്ടികൾക്ക്. അതിനും വേണ്ടി നല്ല രീതിയിൽ സാനിറ്റൈസർ കൊണ്ട് കൈയെല്ലാം കഴുകിയതിന് ശേഷം മാത്രമേ അതിനുള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ അത് NICUവിലേക്ക് അവർ കയറി. അവരെ കണ്ടപ്പോൾ എല്ലാവരും, അല്ല നിങ്ങൾ ഇന്നലെ പോയിട്ട് ഇപ്പോൾ എവിടെയായിരുന്നോ? ഞാനേ എൻ്റെ കുട്ടി ഇപ്പോൾ എവിടെ? കുട്ടി കിടക്കുന്ന ആ ബോക്സിൽ കുഞ്ഞിനെ കാണുന്നില്ല. എൻ്റെ പൊന്നാര താത്തങ്ങൾ എവിടുക്കാ പോയെന്ന് പറഞ്ഞ് പോവണ്ടേ? എനിക്ക് ഇന്നലെ ഇങ്ങോട്ട് വിറച്ചിട്ട് എനിക്കിങ്ങോട്ട് കയ്യും കാലും വരച്ച് നിൽക്കാൻ കഴിയണില്ല. റൂം എടുത്താൽ നിന്നു, അല്ല അപ്പം എന്താ കാട്ടണത്? എനിക്ക് തീരെ ഡോക്ടറിനോട് പറഞ്ഞു അനങ്ങരുത് പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ അസുഖമൊക്കെ വരൂലേ എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ നിന്നു. എൻ്റെ കുട്ടി എവിടെ? കുട്ടീനെ എവിടേക്ക് മാറ്റിയത്? എന്നാൽ പെട്ടെന്നൊരു സിസ്റ്റർ, എന്താ ഇവിടെ കിടന്നതിൻ്റെ ബേബി സൗദ എന്ന് പറഞ്ഞ കുട്ടിയുടെ? അത് നിങ്ങളെ കുട്ടിയായിരുന്നു അല്ലേ?
എന്താ കുട്ടിയുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമില്ലായിട്ട്? അതെ, സാറ് വരുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. കുട്ടികളെ ഓരോന്നായിട്ട് പരിശോധിക്കാൻ സാറ് വന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളെ കൈകാലുകൾ പിടിച്ച് പൊന്തിച്ചിട്ടും ഹൃദയമിടിപ്പ് നോക്കിയിട്ടും അങ്ങനെ പൾസ് നോക്കിയിട്ടും അങ്ങനെ പല രീതിയിലും കുട്ടിയുടെ കാര്യങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നു. എന്നാൽ അവിടെ നിന്ന് കഴിച്ചിലാകുന്ന കുട്ടികളെയെല്ലാം 56 എന്നു പേരുള്ള മറ്റൊരു വാർഡിലേക്ക്, മറ്റൊരു ICUയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത്യധികം ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ് 52 ഉള്ളത്. ശരിക്കും വല്ലാത്തൊരു അവസ്ഥ ഉള്ള കുട്ടികൾ. അതെ, അത് കുട്ടിയെ നാളെ അങ്ങോട്ട് മാറ്റും എന്നൊക്കെ പറഞ്ഞിരുന്ന കുട്ടി ഇപ്പോൾ എവിടെ അറിയില്ല. നിങ്ങൾ എവിടെ ഇട്ട് പോയത് കുട്ടിയെ? പല രീതിയിൽ എല്ലാവരും അവരെ കുറ്റപ്പെടുത്തി. എന്നാൽ നഴ്സ് വന്നു. അതെ, പിന്നെ കുഞ്ഞിനെ നിങ്ങൾക്ക് വേണ്ടാത്ത രീതിയിൽ ഇവിടെ ഉപേക്ഷിച്ച് പോയ രീതിയിലാണ് കണ്ടത്. അങ്ങനെയുള്ള കുട്ടികളെ ഞങ്ങളെടുത്ത് മറ്റൊരിടത്തേക്ക് മാറ്റും. പിന്നെ ആരെങ്കിലും കുഞ്ഞിനെടുത്ത് കൊണ്ടാലും ഞങ്ങൾ അറിയില്ല. നിങ്ങളുടെ കുഞ്ഞിനെ ആരെങ്കിലും എടുത്തു കൊണ്ടുപോയോ ഇല്ലയോ എന്ന് ആര് അറിഞ്ഞോ? ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒരു ടൈമിന് ഫുള്ള് റൗണ്ടിങ്ങിന് വരും ഞങ്ങൾ. ആ സമയത്ത് ഞങ്ങൾ കുട്ടിയുടെ ഹാർട്ട് ബീറ്റും അതുപോലെ തന്നെ പ്രഷറും ഷുഗറും എല്ലാം ചെക്ക് ചെയ്യും. എല്ലാം ചെക്ക് ചെയ്ത് അതിനുള്ള ഇഞ്ചെക്റ്റ് ചെയ്ത് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റ് റൗണ്ടിന് വരികയുള്ളൂ. അത് ഞങ്ങളുടെ കൂടെ ഡോക്ടേഴ്സും ഉണ്ടാകും. പിന്നെ ആ ഒരു ടൈം കഴിഞ്ഞാൽ നിങ്ങളാണ് കുട്ടികളെ നോക്കേണ്ട ഡ്യൂട്ടി നിങ്ങൾക്കാണ്. പക്ഷേ നിങ്ങൾ ഈ സമയത്ത് കുഞ്ഞിനെ നോക്കാൻ വന്നില്ലെങ്കിൽ പിന്നെ ആരെടുത്ത് കൊണ്ടുപോയി കുഞ്ഞിനെ? സിസ്റ്ററുടെ വാക്ക് കേട്ട് കുഞ്ഞിക്കതിയത്ത് ഒന്ന് ഭയന്നു. പഠിച്ചോനെ, ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഫോണിലേക്ക് നോക്കിയപ്പോൾ സൗദിയുടെ 100ഓളം മിസ് കോള്. വല്ലാത്തൊരു പുതുമ. വീണ്ടും വിളിക്കുന്നു. ഒന്ന് സൈലൻ്റ് ആക്കി കിടന്നതേനു. ഹലോ, അതെ, മൊബൈൽ ഫോൺ ഇവിടെ യൂസ് ചെയ്യരുത്, നിങ്ങൾക്കറിയില്ലേ? വീണ്ടും മറ്റൊരു സിസ്റ്റർ വന്ന് അവരോട് പറഞ്ഞു, മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം. ഇവിടെ റേഡിയേഷൻസ് ഉണ്ടാവില്ല. ഈ കുട്ടികളൊക്കെ ഇത്രയും ഇവിടെ ചെറിയ കുട്ടികൾ കിടക്കല്ലേ? ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഫോൺ ചെയ്യുന്നവർ പുറത്തേക്ക് നിൽക്കാം. അപ്പോൾ തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങി സൗദ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ, എന്താ എൻ്റെ സൗദ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തണെന്നെ? ഉമ്മ, കുട്ടിൻ്റെ കാര്യം എന്തായി? കുട്ടിക്ക് എങ്ങനെയുണ്ട് ഉമ്മ? അതെ, എന്തിന് എനിക്കറിയില്ല, ഇവിടുന്ന് വിളിക്കാൻ പറ്റുമോ? സിസ്റ്റർമാർക്ക് ഇന്ന ചീത്ത പറയാണ്. വല്ലാത്തൊരു പുതുമന്നെ. ഉമ്മ, ഡിസ്ചാർജ് ചെയ്ത് ഞാൻ വീട്ടിലെത്തിക്കണം ഉമ്മ. ഞാൻ അങ്ങോട്ട് വരട്ടമ്മ, കുട്ടീനെ കൊണ്ടുവരാനയക്കണോ? അറിയില്ല എന്താന്നില്ലേ. ഇവിടെ 4 ദിവസം 3 ദിവസം നിന്നാണ്ട് വിടൊന്നുമില്ല. 10, 15, 1 മാസം, 2 മാസം, 3 മാസം വരെ നിൽക്കണോലുണ്ട് ഇവിടെ. എനിക്കിപ്പോൾ 4 ദിവസം ആയപ്പോഴത്തേനും ഇങ്ങോട്ട് പോര് കുട്ടിയെ നോക്കാൻ. ഇനി അല്ലാതെ പിന്നെ കൊണ്ട് കഴിയൂല. കുഞ്ഞിനെ കാണാനില്ലാത്ത വിവരം ഒന്നും അവർ പറഞ്ഞില്ല. ഞാൻ വിളിക്കാം. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. നേരെ അത് അവിടുത്തെ ഓഫീസിൻ്റെ മുമ്പിൽ പോയി ചോദിച്ചു. അതെ, ബേബി സൗദ എന്നുള്ള കുട്ടിനെ ഇവിടെ ഞാൻ വെച്ചിട്ട് പോയതാണ്, അതിനെ കാണുന്നില്ല. ആരെന്താ ചെയ്തേക്കണ് കൊണ്ടേത് അറിയില്ല. ഇനി റബ്ബേ, എന്തെങ്കിലുമൊക്കെ കാണാനില്ലാതായാലും എന്താ ഞാൻ ഉത്തരം പറയാം? എനിക്കറിയില്ല. തൽക്കാലം വേറെ ഏതെങ്കിലും കുട്ടീനെ വെച്ച് കൊടുക്കാനാണെങ്കിൽ കിട്ടണ്ടേ? ഇത് ഓളിപ്പോൾ ഓർമ്മയൊന്നും ഇടുമല്ലോ കുട്ടീനെ. അവളോട് ശരിക്കും കണ്ടിട്ടും കൂടില്ലല്ലോ പെറ്റ കുട്ടീനെ. അച്ഛൻ കണ്ട് പൊയ്ക്കല്ലേ കുട്ടീനെയും കൊണ്ട്. ശരിക്കും അതാ സൗദിയുടെ കാര്യത്തിൽ മാത്രം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഉമ്മാക്ക്. ഓഫീസിൽ ചോദിച്ചോ പറഞ്ഞു, എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല. ഇത് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് അറിയില്ലേ? ഇവിടുന്ന് കുട്ടികളെ കൊണ്ട് പോയാലും വന്നാലും ആരും അറിയില്ല. സിസ്റ്റേഴ്സും ഡോക്ടേഴ്സൊക്കെ ടൈമിന് വരുള്ളൂ റൗണ്ടിങ്ങിന്. അവർ ഇഞ്ചക്ഷനും മെഡിസിനും കൊടുക്കാൻ വേണ്ടി മാത്രം. അല്ല, നിങ്ങൾ എന്തെങ്ങനെ ചെയ്തത്? ശരിക്കും കുഞ്ഞിക്കജാത്ത ബേജാറായി. എൻ്റെ റബ്ബേ, എന്താ ഞാൻ കാട്ട്? എനിക്ക് പുടിയേറില്ല റബ്ബേ. ഇതെങ്ങാനും ഞാൻ പുത്തൻ വീട് തറവാട്ടുകാർ അറിയണേ പൊളിച്ചു. എൻ്റെ റബ്ബേ, എന്താ ഞാൻ ചെയ്യാൻ? എനിക്കറിയില്ലല്ലോ. എല്ലാവരോടുമായി ചോദിച്ച് നടക്കുന്നു. അതെ, എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇതാ റൗണ്ടിങ്ങിന് എത്തി തുടങ്ങി. ആ ഒരു ബെഡിൽ കുഞ്ഞിനെ കാണുന്നില്ല. ഇവിടുത്തെ കുഞ്ഞ് സാറേ, ഞാൻ കുട്ടീനെ ഇവിടെ എടുത്തുനിന്ന് പുറത്തൊക്കെ പോയതാണ്. അപ്പോത്തിന് എന്നെ കാണാനില്ലാതേക്കണം. എപ്പോഴും നിങ്ങൾ പുറത്തേക്ക് പോയത്? ഞാൻ ഇന്നലെ രാത്രി ഒന്നുകൊണ്ട് പുറത്തൊക്കെ പോയി കാണും. എനിക്കാണെങ്കിൽ സുഖമില്ലാതെ അങ്ങോട്ട് പോയതാണ്. എന്നാൽ ഡോക്ടറിന് ദേഷ്യം വന്നു. എന്താണ് നിങ്ങളീ പറയുന്നത്? ഈ കുഞ്ഞിവിടെ ഇന്നലെ പാതിരാത്രി കഴിഞ്ഞും 2 മണി 3 മണി സമയത്തും കുഞ്ഞിവിടെ കരയുകയായിരുന്നു. എല്ലാവർക്കും അവരുടെ കുഞ്ഞിൻ്റെതായ കാര്യങ്ങൾ നോക്കാനില്ലേ? നിങ്ങൾ എന്ത് പണിയായി ചെയ്യുന്നത്? അതെ, കുഞ്ഞിനെ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. ശരിക്കും കുഞ്ഞിക്കതിയകത്ത് ഞെട്ടിപ്പോയി. എൻ്റെ റബ്ബേ, ഞാനെന്താ നീ ചെയ്യാൻ? എനിക്ക് അറിയണില്ലല്ലോ റബ്ബേ.
പഠിച്ചോനെ, എൻ്റെ മോളിപ്പോൾ വിളിക്കും, പുത്തൻ വീട് തറവാട്ടുകാർ എന്നെ വെച്ചക്കൂല, എൻ്റെ റബ്ബേ. ശരിക്കും കുഞ്ഞിക്കതിയാക്ക് അപ്പോഴാണ് പേടി തോന്നിയത്. സിസ്റ്ററെ, ഡോക്ടറെ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു കുട്ടിനെങ്കിലും ഒന്ന് ഒപ്പിച്ച് തരുമോ? എന്താ നിങ്ങൾ? അതെ, നിങ്ങളുടെ വാക്കുകളൊക്കെ നിയമത്തിന് തെറ്റാണ് കേട്ടോ. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ വലിയ കേസാണ് ഇതൊക്കെ. എങ്ങനെ നിങ്ങൾ കുഞ്ഞിനെ ഒപ്പിച്ചു തരും? നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിച്ചില്ലതെങ്കിൽ പിന്നെ ഞങ്ങളാണോ നിങ്ങൾക്ക് കുഞ്ഞിനെ തരേണ്ടത്? ഞങ്ങൾക്കിവിടെ ആയിരക്കണക്കിന് പേഷ്യൻസ് കുട്ടികളെ ഓരോ ടൈം നോക്കാൻ തന്നെ ഉണ്ടാവും. എന്ത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ വേണ്ടത്? അതിനുള്ള നമ്പർ, കാര്യങ്ങൾ, നിങ്ങൾക്കുള്ള ബെഡ് എല്ലാം ഇവിടെ ക്ലിയർ ആക്കിയിട്ട് 5 പൈസ ഇല്ലാതെയാണല്ലോ നോക്കുന്നത്. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ? കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരെ ഒരു ഉത്തരവാദിത്തമില്ലല്ലോ. കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞ ആര് നോക്കണ്? എത്രയോ ആളുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ചെറിയ 3, 4, 5 മാസം ഉള്ള ഗ്ലാസ്സിലിട്ട് വളർത്തേണ്ട കുട്ടികൾ വരെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ എടുത്തു കൊണ്ടുപോയാലും ഞങ്ങൾ ഉത്തരവാദില്ല. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇത്രമാത്രം അതമ്പതിച്ച് പോയാൽ എന്ത് ചെയ്യും? നിങ്ങൾ പോലുള്ളവർക്കൊക്കെ കുഞ്ഞുണ്ടാകാൻ പാടുണ്ടോ? ഡോക്ടറുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും കുഞ്ഞിക്കത് ഡോക്ടറെ പറയില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും കുട്ടിനെ തന്നാൾ. അതെ, ശരിക്കും സൗദിയുടെ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള യഥാർത്ഥ സത്യം അവർ മനസ്സിലാക്കി ICUവിലിരുന്ന് അവർ കരയുകയായിരുന്നു. എല്ലാവരും പറഞ്ഞു, ആ തള്ളന്നലേ രാത്രി ഒരു നേരം പോയതാ, പിന്നെ ഇപ്പോൾ വരികയാണ്. സുഖമായി ഉറങ്ങാൻ പോയതേ ഇക്കാര്യം. എല്ലാവരും അവനാൻ്റെ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ശരിക്കും സൗദിയുടെ കുഞ്ഞിനെ ആരാണ് കൊണ്ടുപോയത്? ആരുടെ ഉത്തരവാദിത്തത്തിലാണ് ഇപ്പോൾ കുട്ടിയുള്ളത് എന്നൊന്നും അറിയുന്നില്ല. കുഞ്ഞിക്കതിയാത്ത ശരിക്കും ഭയപ്പെടുകയാണ് ഉണ്ടായത്. എൻ്റെ റബ്ബേ, ഞാനിനിപ്പോൾ എന്താ ചെയ്യുക? എനിക്ക് പൊടിയേറില്ല. എന്നാൽ കുഞ്ഞിനെ മറ്റു ഡോക്ടേഴ്സൊക്കെ ഏറ്റെടുത്ത് എന്തോ എവിടേക്കോ കൊണ്ടുപോയിട്ടുണ്ട്. നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനാണെന്നൊക്കെ തോന്നുന്നു. ഇവിടെ നിന്ന് ആളില്ലാത്ത സ്ഥിതിക്ക് ആ കുഞ്ഞിനെ കൊണ്ടുപോയിട്ടുണ്ട്. അത് ഇതിനു മുമ്പിൽ അങ്ങനെ 2-3 കേസ് ഉണ്ടായിരുന്നു. അതായത് 2 ഇരട്ട കുട്ടികൾ 7 മാസത്തിൽ പ്രസവിച്ചു. 3 മുരട്ട കുട്ടികൾ, ഇരട്ടയല്ല 3 കുട്ടികൾ 7 മാസത്തിൽ പ്രസവിച്ച 3 കുട്ടികളെയും നോക്കാൻ കഴിയാതെ ഒരു ബംഗാളി പെണ്ണ് ഇട്ടുപോയിരുന്നു. അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനെ ഡോക്ടേഴ്സൊക്കെ ഏറ്റെടുത്ത് അതിൽ 2 മരണപ്പെട്ടു പോയി, 1 ബാക്കിയുണ്ട്. അപ്പോൾ കാരണം നോക്കാൻ കഴിയാതെ വേണ്ടെന്ന് ഇട്ട് പോകുന്നവരും ഉണ്ടാവും. എന്താലേ, മക്കളെ കാര്യത്തിലേക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ലാഞ്ഞാലേ ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്തൊരു കുഞ്ഞായിരുന്നു. പലരും അങ്ങനെയും അഭിപ്രായപ്പെട്ടു. കുഞ്ഞിക്കതിയാത്താനോട് പറഞ്ഞു, നിങ്ങളെ ICUവിൽ വെറുതെ ഇരുന്ന് കരഞ്ഞ് കുട്ടികളെ ശല്യപ്പെടുത്തേണ്ട ആവശ്യം, നിങ്ങൾക്ക് പുറത്തു പോകാം. ഇവിടെ ഒത്തിരി പിഞ്ചു മക്കളുണ്ട്, അവർ സുഖമായി ഉറങ്ങട്ടെ. ICUവിൻ്റെ പ്രശ്നങ്ങളും ആ ഒരു മൊത്തത്തിലുള്ള ഡിപ്രഷൻ എല്ലാം കൂടി അനുഭവിച്ച് നിൽക്കുന്നവരാണ് ഇവിടെയുള്ളവരെല്ലാവരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം. നിങ്ങൾ കുഞ്ഞില്ലാതെ ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു സിസ്റ്ററുടെ വാക്കുകൾ കേട്ട് ശരിക്കും കുഞ്ഞിക്കതിയാത്ത പറഞ്ഞു, ഇല്ല, എൻ്റെ കുട്ടിയില്ലാതെ ഞാൻ പോവില്ല. കുട്ടിയില്ലെങ്കിൽ എനിക്ക് കാരം അതിൻ്റെ ഖേദം, എന്നെ വെച്ചക്കൂല ഓല്. ശരിക്കും കുഞ്ഞിക്കതിയാത്ത ആകപ്പാടെ നിരാശയിലായിരുന്നു. എന്നാൽ ഈ സമയം ബേബി സൗദിയുടെ കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് അവർ വിളിച്ചിരിക്കുന്നു. സൗദിയുടെ ഫോണിലേക്കാണ് കോള് വന്നത്. ഹലോ, നിങ്ങൾക്ക് കുഞ്ഞിനെ വേണ്ടേ? ശരിക്കും സൗദി ഞെട്ടിപ്പോയി. ഇതാരാണ്? ഞാൻ കുഞ്ഞിൻ്റെ ഉമ്മയാണ്. എന്താണ്? അതെ, നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരെ ഉത്തരവാദിത്തമില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ആ കുഞ്ഞിനെ ഏറ്റെടുത്തിരിക്കുന്നു. പിന്നെ കൂട്ടിരിപ്പുകാരികളൊന്നും കാണാനില്ലാത്ത സ്ഥിതിക്ക് ആ പിഞ്ചു കുഞ്ഞിനെ ICUവിൽ അങ്ങനെ ഇടാൻ പാടുണ്ടോ? അതിന് ഡയപ്പർ മാറ്റണം, മെഡിസിൻസ് കൊടുക്കണം, പാല് കൊടുക്കണം, ഇതെല്ലാം കൊടുക്കാനുള്ളതാണ്. എന്തത്? നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ സൈൻ ചെയ്ത് തരണം, ഞങ്ങളതിനെ ഏറ്റെടുക്കുന്നതാണ്. ശരിക്കും സൗദ കരഞ്ഞു പോയി. എൻ്റെ റബ്ബേ. അവൾ ഉമ്മയുടെ ഫോണിലേക്ക് വീണ്ടും വിളിച്ചു. ഹലോ, എന്താ ഉമ്മ നിങ്ങൾ ചെയ്തത്? കുട്ടി എവിടെ? കുട്ടി നിങ്ങൾ നോക്കിയിട്ടില്ലേ? സൗദക്ക് ഭ്രാന്തിളകിയ പോലെയായി. പഠിച്ചോനെ, എൻ്റെ കുട്ടി നഷ്ടപ്പെട്ടു റബ്ബേ. ഞാൻ എന്താ റബ്ബേ ചെയ്യുക? എനിക്കറിയുന്നില്ല. ഉമ്മയെ വിളിച്ച് അവൾ ഒരുപാട് ചീത്ത പറഞ്ഞു. എൻ്റെ ഉമ്മ, നിങ്ങൾ എന്തൊരു ഉമ്മയാണ് ഉമ്മ, കുട്ടീനെ നോക്കാനെന്ന് പറഞ്ഞിട്ട് നോക്കിയില്ലല്ലോ. കാണാനില്ലടി എൻ്റെ കുട്ടീനെ, അവിടെ കെടുത്തി പോയത് തന്നെയായിരുന്നു. മനുഷ്യന് കുറച്ച് ക്ഷീണം ഉണ്ടാകുമ്പോൾ ഒന്ന് കെടുക്കാൻ പോക്ക് വേണ്ടേ? എനിക്ക് കയ്യും കാലും കഴിഞ്ഞിട്ടും ഉറക്കു വന്നിട്ടും ഞാനെന്നാണ് പോയി. അപ്പോത്തിന് കുട്ടീനെ കാണാനില്ലാതേക്കും. അത്രയും വിശ്വാസമുള്ള ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, ഇവിടെ നിന്നാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കണത്. വല്ലാത്തൊരു പുതുമ തന്നെയാണ് ഇപ്പോൾ ഇത്. ശരിക്കും സൗദ പൊട്ടിക്കരയുകയായിരുന്നു. പഠിച്ചോന്ന് ഞാൻ എന്താ ചെയ്യുക? ഉമ്മ, എൻ്റെ കുട്ടീനെ നിങ്ങൾ വേഗം തന്നോളി. ഉമ്മയാണ് എൻ്റെ കുട്ടീനെ കൊണ്ടുപോയി കളഞ്ഞത്.
എടീ സൗദ ഇജ്ജ് വേണ്ടാത്തൊന്നും പറയണത് തന്നെ ഉമ്മ. നിങ്ങളെ മനസ്സിലെ നെയ്യത്ത് അതന്നെയായിരുന്നു. നിങ്ങളെ നെയ്യത്ത് അതന്നെയായിരുന്നു എനിക്ക് കുട്ടിയൊന്നും വേണ്ട എന്നുള്ളത്. എടീ ഇജ്ജ് വേണ്ടാത്ത ഓരോന്ന് പറഞ്ഞിട്ട ഈ ഒരു സമയത്ത് ഐഷുമ്മയെ ഒന്ന് വിളിക്കണമെന്ന് സൗദക്ക് തോന്നി. പക്ഷെ വേണ്ട, ഇതുവരെ ഞാൻ വിളിക്കാതെ ഓല അത്രയും നാണം കെടുത്തി വിട്ടിട്ട് ഇനി ഞാൻ വിളിക്കുന്നത് ശരിയല്ലല്ലോ. സത്യം പറഞ്ഞാൽ സൗദക്ക് എന്തോ ഒരു ഹാലായ രീതിയിലാണ്. അവൾ ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, എന്തൊക്കെയോ ഒരു കഥയിൽ. എന്നാൽ ഈ സമയം അതാ സൗദി വീട്ടിലേക്ക് അപ്പുറത്തുള്ള താത്ത വന്നിരിക്കുന്നു. വണ്ടിൻ്റെ ഒച്ചപ്പാട് കേട്ടപ്പോൾ ഞാൻ ഒന്ന് വന്നു നോക്കിയതാ കുട്ടിയെ. അല്ല, എവിടെ കുട്ടീനെ കാണാനില്ലല്ലോ, പെറ്റക്കണെന്നൊക്കെ പറഞ്ഞു കേട്ടു. എന്നാൽ അത് കേട്ടപ്പോൾ സൗദ പൊട്ടിക്കരയുകയായിരുന്നു. എന്താ കുട്ടി ചേച്ചി പറയണത്? കുട്ടിയെ മിംസിൽ കൊണ്ടുപോയിട്ടുണ്ട്. കുട്ടിക്ക് റെഡിയായി വരുന്നേ ഉള്ളൂ. അത് ശരി, അങ്ങനെയൊക്കെയാണല്ലേ. എന്നിട്ടിപ്പോൾ എന്തേ വെള്ളം വറ്റെന്തേ തിന്നിക്കണോ? അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഈ സമയം അനിയത്തി കാര്യങ്ങൾ പറഞ്ഞു. അത് കുട്ടിക്ക് ശ്വാസത്തിന് തടസ്സവും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ ICUവിലാണ് കുട്ടിയുള്ളത്. മിംസിലാണ്. തന്നെ നല്ലോണം പൈസ മാണ്ടിരില്ലല്ലേ ഇതിനൊക്കെ പോയി. കാരണം ICUവിൽ ഓരോ മണിക്കൂറിനേക്കാളുള്ളത് പൈസ എണ്ണലക്കൂലേ. ഏതായാലും നടക്കട്ടെ. അപ്പോൾ നേരെ തന്നെ ആ താത്ത റെജിനത്തയുടെ വീട്ടിലേക്ക് ചെന്നുകാണ്ട് കാര്യങ്ങൾ പറഞ്ഞു. റെജിന, ആ താത്ത അങ്ങോട്ട് കയറിക്കോളി. എന്തേ പൊന്നാര പെണ്ണെ, അപ്പുറത്ത് ഓള് സൗദ വന്നിക്കണല്ലോ പെറ്റിച്ച് കണ്ടോ? അല്ലേ, ആശുപത്രിയിൽ നിന്ന് വന്നിക്കണമെന്ന് പറയാം. കുട്ടി ഇല്ലല്ലോ, കുട്ടിക്ക് സുഖമില്ലായിട്ട്. ആ, അത് പറഞ്ഞ് കേട്ടിരുന്നു. എന്താന്നാവല്ലേ, കുട്ടി മിംസിലാണെന്നൊക്കെ അല്ലേ പറഞ്ഞ് കേൾക്കണത്. തന്നെ അപ്പോൾ തന്നെ അതാ റെജിനത്ത നേരെ ഐഷുമാക്ക് വിളിക്കുന്നു. താത്ത, പിന്നെണ്ടല്ലോ നവാസിൻ്റെ കുട്ടി മിംസിലാണെന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞില്ലേ ഓലും ഒന്നും ഉണ്ടാതിക്കണേ. അവിടേക്ക് എന്തൊക്കെ പോയത് ഒന്നും അറിയണമില്ല. ഒരു കഥയായിരുന്നു. എന്തൊക്കെ തന്നെയാലും മോനെ നമുക്കൊന്ന് ആശുപത്രി വരെ പോയരെ കുഞ്ഞേ. ഉമ്മ എവിടെയാണ് മനസ്സിലായോ? മിംസിലാണല്ലോ. എന്നാ പോവാ. അപ്പോൾ തന്നെ ഐഷുമ്മ കരഞ്ഞുകൊണ്ട് പർദ്ദ ഇട്ടു. നുസി പറഞ്ഞു, ഉമ്മ ഞാനും വരുന്നുണ്ട്, കുട്ടീനൊന്ന് കാണല്ലോ. മോളെ ജിജിപ്പോൾ വരണോ? പോന്നോട്ടെ, എന്തൊക്കെ തന്നെ വെറുതെ നിൽക്കണ്ടല്ലോ. അങ്ങനെ അതാ നുസൈബിയും കുഞ്ഞും ഷമ്മാസും ഉമ്മയും കൂടെ നേരെ അതാ മിംസിലേക്ക് വിടുന്നു. എന്നാൽ അവിടെ എത്തി അന്വേഷിച്ചപ്പോൾ പേര് പറഞ്ഞു കൊടുത്തു. ഉമ്മയുടെ പേരും പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ ആകെ തിരിഞ്ഞിട്ടും ഇല്ല, അവിടെ ഒന്നും ആ കുഞ്ഞില്ല. ഇങ്ങനൊരു കുഞ്ഞ് ഇവിടെ വരുന്നുണ്ട്, ഡിസ്ചാർജ് ചെയ്ത് പോവും, അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോയ കേസസൊക്കെ ഇവിടെ ഞങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിങ്ങനെ ന്യൂ പേഷ്യൻസ് വരുമ്പോഴേ. അല്ല, സൗദ എന്നാണ് ഉമ്മാൻ്റെ പേര്. കുട്ടിക്ക് എന്തായിരുന്നു? കുട്ടിക്ക് എന്താ ശ്വാസതടസ്സം എന്തൊക്കെയായിട്ട് കൊണ്ടുവന്നതായിരുന്നു. എന്നാൽ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോളൂ. അങ്ങനെ അതെ, പിന്നെ ഇതിനുള്ളിലേക്ക് കിടക്കുമ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ല. ഒരാൾക്ക് മാത്രം പ്രത്യേകം കോട്ടൊക്കെ ധരിച്ച് കൈകളിൽ ഗ്ലൗസ് കാര്യങ്ങൾ സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്തതിന് ശേഷം ഹെയറൊക്കെ നല്ല രീതിയിൽ മറച്ചിട്ട് മാത്രമേ ഇതിട്ടിട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ വെച്ചാൽ പിഞ്ച് പൈതങ്ങളാണ്, ഒക്കെ ഇൻഫെക്ഷനൊക്കെ വരാൻ പെട്ടെന്ന് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് മാത്രം കയറിയിട്ട് നോക്കുക, നിങ്ങൾ സംശയ നിവാരണത്തിന് വേണ്ടി മാത്രം. എന്നാൽ ഷമ്മാസോർ, ഉമ്മ ഞാൻ നോക്കിക്കോളാം. ഇനിയിപ്പോൾ അവളുടെ പേരൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും ഉമ്മക്കെല്ലാം ബുദ്ധിമുട്ടാണെങ്കിലോ. അങ്ങനെ അത് ഷമ്മാസിന് പ്രത്യേകമായൊരു കോട്ടും കയ്യുറയും തൊപ്പിയും എല്ലാം കൊടുത്തുകൊണ്ട് അവൻ ICUവിലേക്ക് പ്രവേശിക്കുന്നു. ശരിക്കും ആ ഒരു കാഴ്ച കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. അതെ, പിഞ്ച് പൈതങ്ങൾ ഓരോ ചില്ലുകൂട്ടിൽ അവരെ ഇട്ടിരിക്കുകയാണ്. ഓരോ കുട്ടിയെയും അവർ നോക്കിക്കൊണ്ടേയിരുന്നു. ഓരോ ഉമ്മയുടെ പേരും നോക്കി. ഇല്ല, അതിലൊന്നുമില്ല. ജസ്ന, ഫാസില, ഫസ്ന, മുംതാസ്, ഷഹനാസ്, ചിഞ്ചു, മഞ്ജു, റിസ്വാന, ഷിഫ, ഹംന, സന, അങ്ങനെ പോകുന്നു ഓരോ ഉമ്മമാരുടെ പേരുകൾ. പക്ഷേ അതിലൊന്നും സൗദ എന്നുള്ള ഒരു പേര് കണ്ടില്ല. എന്നാൽ തൊട്ടപ്പുറത്ത് ഒരു സൗദാബി എന്നുള്ള പേര് കണ്ടു. അത് കണ്ടപ്പോൾ ശരിക്കും അവൻ്റെ ഹൃദയം ഒന്ന് പിടിച്ചുപോയി. അല്ല, സൗദാബി, അത് ഇത്തയുടെ പേരിൽ സൗദാബി എന്നുണ്ടോ? അറിയില്ല. എന്നാൽ ആ കുഞ്ഞ് പറ്റിയങ്ങ് തികയാതെ പ്രസവിച്ച പോലെയുണ്ട്. ശരിക്കും 8 മാസമൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. എന്നാൽ ആ നിമിഷം തന്നെ അവിടെയുള്ള സിസ്റ്ററോട് ചോദിച്ചു, സൗദാബി എന്നുള്ള ഇവരുടെ ആൾ പുറത്തുണ്ട്, അവർ പുറത്തേക്ക് പോയതാണ്, ഞാനിവിടെ നോക്കുകയാണ്. നിങ്ങളുടെ പേഷ്യൻ്റ്
സൗദ എന്നായിരുന്നു പേര്. ഓ, ഇവിടെ ഇല്ല കേട്ടോ. ആ, പിന്നെ ഞാൻ ജസ്റ്റ് ലിസ്റ്റ് നോക്കട്ടെ. എന്നാണ് പ്രസവം ഉണ്ടായിരുന്നത്? അതിപ്പോൾ 3-4 ദിവസമായി. ഓ, അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഒരുപാട് കേസസ് വരുന്നതുകൊണ്ടേ ഞങ്ങൾക്ക് റിസ്ക് ആയിരിക്കും. അങ്ങനെ ആ ഒരു വലിയ ലിസ്റ്റ് അവർ 2 ദിവസം മുമ്പത്തേത് കമ്പ്യൂട്ടറിൽ ഓൺ ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഓരോ പേരുകൾ നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ കുറേ അങ്ങ് പോയപ്പോൾ അതാ ബേബി സൗദ. സൗദ മാത്രമാണോ? അത് ഞങ്ങൾ കുഞ്ഞിൻ്റെ പേര് കൂട്ടിയിട്ടുണ്ടാവുള്ളൂ. ബേബി സൗദ ഇവിടുന്ന് 2-3 ദിവസമായിട്ടുണ്ടല്ലോ ഡിസ്ചാർജ് ചെയ്ത് പോയിട്ട്. ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി. എങ്ങോട്ട്? അവർ വീട്ടിലേക്കാണോ ഇനി വേറെവിടെയെങ്കിലാണോ അറിയില്ല. ഇനി മെഡിക്കൽ കോളേജിൽ അതായിരിക്കും ചാൻസ് ഇല്ല, കാരണം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ ഞങ്ങൾ നോക്കാറില്ല. ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോയി. അതെ, സൗദ എന്നുള്ള പേഷ്യൻ്റ് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. നേരെ ഉമ്മയുടെ അടുത്തേക്ക് പോയി. മോനെ എന്തായടാ, കണ്ടോ കുട്ടിനെ? മോനെ എന്തായി? ഉമ്മ കരയുകയായിരുന്നു. ഉമ്മ, അവരിവിടെ ഇല്ലമ്മ. പിന്നെ എവിടെ റബ്ബേ? ഉമ്മ, അവരിവിടുന്ന് പോയിക്കണം, 2-3 ദിവസമായി എന്ന് പറഞ്ഞത്. പടച്ചോനെ, എവിടേക്കാ റബ്ബേ പോയത്? എനിക്കറിയില്ലല്ലോ എൻ്റെ കുട്ടീൻ്റെ സ്ഥിതി എന്താ റബ്ബേ. ഓളാണെങ്കിൽ അവിടെ പെരയില്ലേ, വല്ലാത്ത പുതുമ റബ്ബേ. ഉമ്മാക്ക് എന്തെങ്കിലും ഇല്ലാതെ ടെൻഷൻ. മോനെ, നമുക്ക് വീട്ടിലേക്കൊന്ന് പോയി നോക്കിടാ. ഓലെ ഞാൻ അവിടെ ഉണ്ടാകുന്നാവോ, അവിടെ എത്തിക്കണം, നമ്മളോട് പറയായിട്ട് എന്താവോ? ഉമ്മ, എങ്ങനെ ഉമ്മ അവിടെ കയറിച്ചില്ല? ഒരു പക്ഷേ നമ്മളെ കാണാൻ സമ്മതിച്ചില്ലെങ്കിലോ? അതും വേണ്ടേ? ശരിക്കും ഐഷുമ്മ കരഞ്ഞു പോവുകയാണ്. റബ്ബേ, ഞാൻ എന്താ റബ്ബേ ചെയ്യുക എന്നുള്ള രീതിയിൽ. എന്നാൽ അവിടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഷമ്മാസ് പറഞ്ഞു, ഇവിടേക്ക് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ എന്താ ഇപ്പം ചെയ്യുക? എന്നാൽ നവാസ് ഒന്നും അറിയേണ്ട റബ്ബേ. എൻ്റെ കുട്ടി അറിഞ്ഞ ആകപ്പാട് ഇടങ്ങാറാവൂലേ. എവിടെ റബ്ബേ ഈ കുട്ടീനെ ഇവർ കൊണ്ടുപോയിട്ടിക്കണത്? ഉമ്മ, നിങ്ങൾ സൗദിയുടെ നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്കി, ഒന്ന് കാണാലോ, നോക്കാലോ. അപ്പോൾ തന്നെ അതാ ഐഷുമ്മ സൗദിയുടെ നമ്പറിലേക്ക് വിളിക്കുന്നു. ഹലോ സൗദ. ആ, പിന്നുണ്ടല്ലോ, കുട്ടി എവിടെയാണ്? മിംസിലില്ല എന്നാണല്ലോ പറയണത്. മിംസിലില്ലാന്നോ? അവിടെ തന്നെയാണല്ലോ കുട്ടി ഉള്ളത്. എൻ്റെ ഉമ്മയും കൂടെ ഉണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ പറഞ്ഞു കേട്ടിനോ കുട്ടിയെ കാണുന്നില്ല എന്നുള്ളത്. എന്താ മോളെ ഈ പറയണത്? അതെ, അത് ഡോക്ടേഴ്സിൻ്റെ ടീമിൽ നിന്ന് ഒരാളെന്നെ വിളിച്ചിരുന്നു, നിങ്ങൾ കുട്ടിയെ ആവശ്യമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ശരിക്കും ഐഷുമ്മക്ക് ആകപ്പാട് തല കറങ്ങുന്ന പോലെ തോന്നി. മോനെ, ഷാമോനെ, എന്താടാ നമ്മളെ കുട്ടിക്ക് പറ്റിയത്? എവിടെ എൻ്റെ കുട്ടി? ഞാനൊന്നും കൂടി നോക്കട്ടെ സിസ്റ്ററെ, ഞാനൊന്നും നോക്കട്ടെ എൻ്റെ കുട്ടീനെ ഒന്നും കൂടി. ഇവിടെയാണെന്നാണ് പറഞ്ഞത്. അതെ, ഇങ്ങനെ അനധികൃതമായി ഇങ്ങോട്ട് കയറാൻ പറ്റില്ല കേട്ടോ. ഒരാളിപ്പോൾ വന്ന് നോക്കിയില്ലെന്ന് പറഞ്ഞല്ലേ, അവരിവിടുന്ന് പോയിട്ടുണ്ട്. എന്നാൽ സൗദിയുടെ വാക്കും വെച്ച് നോക്കുമ്പോൾ ഐഷുമ്മക്ക് ആകപ്പാടെ ബേജാറായിപ്പോയി. എൻ്റെ റഹ്മാനെ, അല്ലാ റബ്ബേ, ഞാൻ എന്താ റബ്ബേ കാട്ട്? സമാധാനമില്ലല്ലോ. അതെ, കുഞ്ഞിനെ നഷ്ടപ്പെട്ട, കുഞ്ഞിനെ കാണാനില്ലാത്ത ആ ഒരു വിഷമത്തിൽ ഐഷുമ്മക്ക് ആകപ്പാടെ വിഷമമായി. ഷമ്മാസ് ഉമ്മയെ ആശ്വസിപ്പിച്ചു. ഉമ്മ, നിങ്ങൾ വിഷമിക്കില്ലേ, എന്തൊക്കെ തന്നെയാണ് ഞാൻ കണ്ടുപിടിക്കും കുട്ടിനെ, നിങ്ങൾ നോക്കിക്കോളി. ഷമ്മാസിൻ്റെ വാക്കിൽ ആ ഒരു ധൈര്യത്തിൽ അതാ ഐഷുമ്മ ഒരു നിമിഷം മോനോട് പറഞ്ഞു, മോനെ, പഠിച്ചോനെ, എൻ്റെ കുട്ടി പഠിച്ചോനോട് ദുആ ചെയ്യല്ല. അപ്പോൾ തന്നെ നേരെ ഷമ്മാസ് നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് വിട്ടത്. കാരണം സൗദിയുടെ ഉമ്മ പണം കുറക്കുവാൻ വേണ്ടി ഒരു പക്ഷേ അങ്ങോട്ട് പോകാനും ചാൻസ് ഉണ്ട്. 2-3 ദിവസം ഇവിടുന്ന് പോയി എന്നുള്ള സ്ഥിതിക്ക് തൽക്കാലം അവരിതാ അതിനു വേണ്ടിയിട്ട് അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നു. എന്തായിത്തീരും? സൗദിയുടെ കുഞ്ഞിനെ അവർക്ക് തിരിച്ചു കിട്ടുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.